CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയും ചടയം ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചാണ് ചാണ്ടിഗറിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചിലർ ബോംബെ വഴിയും ചിലർ മറ്റു പല വഴികളിലുമാണ് കേരളത്തിലേക്ക് മടങ്ങിയത്. ഞാൻ ട്രെയിനിലാണ് വന്നത്. ആ ട്രെയിനിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ വാടക കൊലയാളികളെ വെടിവെച്ചു കൊല്ലാൻ നിയോഗിച്ചത്, തോക്ക് സംഘടിപ്പിച്ചത്. അതൊക്കെ ഈ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ചിത്രത്തിൽ ഇതിനു മുമ്പ് തന്നെ വളരെ പ്രകടമായി വന്നിട്ടുള്ളതാണ്. എന്നെ വെടിവെച്ചു കൊല്ലാൻ തോക്കുമായി വന്ന് വെടിവെച്ച 2 പ്രതികളെ, വിക്രംചാലിൽ ശശി, പേട്ട ദിനേശൻ, ഈ 2 പേരെയും ഓങ്കോൾ സെഷൻസ് കോടതി 17 വർഷക്കാലം തടവ് ശിക്ഷ വിധിച്ചു. ഒരാളതിനിടയിൽ മരണപ്പെട്ടു പോയി. ആ പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലിലാണ്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്, പുറത്തിറങ്ങിയിട്ടില്ല. ആ പേട്ട ദിനേശൻ സുധീഷ് കൊലക്കേസിലെ പ്രതിയായിരുന്നു. ഇങ്ങനെ RSSൻ്റെ വാടക കൊലയാളികളെ വാടകക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. എനിക്ക് വിക്രംചാലിൽ ശശിയെയോ പേട്ട ദിനേശനെയോ എനിക്കറിഞ്ഞുകൂടാ, അവർക്ക് എന്നെയും അറിഞ്ഞുകൂടാ. എന്നോടവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ടാകേണ്ട കാര്യമില്ല. അവരെ വാടകക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണ്. ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ്. ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിലെത്തിയപ്പോൾ അവർക്കൊരവസരം കിട്ടിയപ്പോൾ 2 പേരും ചേർന്ന് വെടിവെച്ചത്. ഈ സംഭവങ്ങളെല്ലാം സത്യസന്ധമാണെന്നുള്ളത് മുഴുവൻ ആളുകൾക്കും അറിയാം. ആ കേസിൽ സുധാകരൻ പ്രതിയാണ്, ഗൂഢാലോചനക്കാരനാണ്, പ്ലാൻ ചെയ്തത് സുധാകരനാണ്. സുധാകരനോടൊപ്പം മറ്റു പലരും ഉണ്ടായേക്കാം. ഈ സംഭവത്തിൽ പലതരത്തിലുള്ള അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ പലതരത്തിലും ഇടപെട്ടു. കോടതിയുടെ മുമ്പാകെ വസ്തുതകളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് സുധാകരനെ ഈ കേസിൽ പ്രതിയായി നടപടി സ്വീകരിക്കണം. കാരണം ഈ കേസ് സ്പ്ലിറ്റ് ചെയ്ത് അട്ടിമറിക്കാൻ അന്നത്തെ കേന്ദ്ര കോൺഗ്രസ് ഭരണം ശ്രമിക്കുന്നു എന്നുള്ള കാരണം വെച്ചുകൊണ്ട് തെളിവ് സഹിതം സെഷൻസ് കോടതിയിൽ നേരിട്ട് ഞാൻ പങ്കെടുത്തു കൊടുത്ത മൊഴിയും തെളിവുകളും അനുസരിച്ചാണ് സുധാകരന് നേരെ കേസെടുക്കാൻ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായി ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലാക്കിയിടത്തോളമുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിച്ചപ്പോൾ എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി സുപ്രീം കോടതിയുണ്ട്. ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം.